ഇന്ന് നമ്മൾ 5 ഡ്രഗാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ ഫാമിലീസ് ആണ് നമ്മൾ പഠിക്കുന്ന ഡ്രഗുള്ള ഫാമിലീസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, മെലാന്തേഷ്യ ഫാമിലി പറയുന്നുണ്ട്. മെലാന്തേഷ്യ ഫാമിലിയിൽ മെയിനായിട്ട് നമ്മൾ ഓർത്ത് ഇത് മെലാന്തേഷ്യ എന്ന് പറഞ്ഞാൽ ലിലിയേഷ്യ ഫാമിലിയുടെ സബ് ഗ്രൂപ്പാണ് കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. ലിലിയേഷ്യ ഫാമിലിയുടെ സബ് ഗ്രൂപ്പാണ്. അഗ്രാഫിസ് ന്യൂട്ടൻസ് ആണ് കേട്ടോ, ഫസ്റ്റിലത്തെ ടൈപ്പ് എറർ ആണ്. അഗ്രാഫിസ് ന്യൂട്ടൻസ്, അലട്രസ് ഫാരനോസ, ഏലിയം സെപ്പ, ഏലിയം സെറ്റൈവ, കോൾച്ചിക്കം, കൺവലേറിയ, ഹെലോണിയസ്, പാരിസ് ക്വാഡ്രിഫോളിയ, സബഡില്ല, സർസെപ്പറില്ല, സ്ക്യുല്ല, വെറേട്രം ആൽബം, വെറേട്രം വിരിഡെ. ഇത്രയും മെഡിസിൻസ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഫിഷ് ഗ്രൂപ്പ് ആണ്. മ്യൂറക്സ്, മെഡൂസ, സെപ്പിയ, അസ്റ്റീരിയ റോബിൻസ്. ഇത് ലാസ്റ്റിന് ഒന്നും കൂടി ഫുൾ ഡ്രഗ് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം ഫാമിലി. പെപ്പാവറേഷ്യ, ഓപ്പിയം, ചിലോഡേണും, സാങ്കുനേറിയ, ഇത്ര മൂന്നെണ്ണമെങ്കിലും ഓർത്ത് വയ്ക്കാം. ലാക്ക് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനും അതിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വയലന്റ് സെക്ഷൽ എക്സൈറ്റ്മെന്റ് ആണ്. സെക്ഷൽ ഓർഗൻസ്, എക്സസീവ് ഡിസയർ ഫോർ എംബ്രേസ്. ഇത് ഏതാണ് ഡ്രഗ്? സിമ്പിൾ ആണ്. ഇതൊക്കെ ഡിസ്കഷൻ ആണ്, ഞാൻ മാത്രം ജസ്റ്റ് പറഞ്ഞിട്ടൊരു കാര്യമില്ല മെഡിക്കല്. വയലന്റ് സെക്ഷൽ excitement in sexual organs and excessive desire for an embrace. ഈ എംബ്രേസ് മ്യൂറെക്സ് ആണ്. എംബ്രേസ് എന്നുള്ള വേർഡ് ശരിക്കും മ്യൂറെക്സിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് വയലന്റ് സെക്ഷൽ ഇൻഡിഫറെന്റ് വൺസ് ഓൺ ഫാമിലി. ഏതാണ്? സിമ്പിൾ എല്ലാവർക്കും സെപ്പിയ. നെക്സ്റ്റ് വരുന്നത് ലോസ് ഓഫ് ബ്രെത്ത് ഫോളിംഗ് എസ്ലീപ്പ്, ഓപ്പിയം ഗ്രൈൻഡീലിയ, ഓപ്പിയം ലാക്കസിസ്, ലാക്കസിസ് ഗ്രൈൻഡീലിയ, അല്ലെങ്കിൽ എല്ലാ റെമഡീസും. ഏതാണ് ഇതിലെ ആൻസർ? ഓൾ. ഓക്കെ, ഓപ്പിയം ഉണ്ട്, ഗ്രൈൻഡീലിയ ഉണ്ട്, ലാക്കസിസും ഉണ്ട്, ലോസ് ഓഫ് ബ്രെത്ത് ഫോളിംഗ് എസ്ലീപ്പ്. കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടത്. നെക്സ്റ്റ്, പൾസ് അബ്നോർമലി റാപ്പിഡ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ. ലിലിയൻറ്റിക്, പൈറോജൻ, ജലസീമിയം, അല്ലെങ്കിൽ ലിലിയൻറ്റിക്കും പൈറോജനും. ഏതാണ് ആൻസർ? പൈറോജൻ. പൈറോജൻ നമ്മൾ ഇന്നത്തെ ഡ്രഗ് ആണ്, അതിലുണ്ട് പൾസ് അബ്നോർമലി റാപ്പിഡ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ എന്നുള്ളത്. വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഡി, എ ആൻഡ് ബി. എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. പൾസ് അബ്നോർമലി റാപ്പിഡ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ എന്ന് പൈറോജനിൽ കൊടുത്തതിന്റെ ബ്രാക്കറ്റിൽ ലിലിയൻറ്റിക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിലിയൻറ്റിക് ഇതിൽ വരുന്ന മെഡിസിൻ ആണ്. ബ്രാക്കറ്റിൽ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ, ക്വസ്റ്റ്യൻസ് വരും. ലീസ്റ്റ് കോണ്ടാക്ട് ഓഫ് ദ പാർട്ട് കോസസ് വയലന്റ് സെക്ഷൽ എക്സൈറ്റ്മെന്റ്. സിങ്ക്, മ്യൂറെക്സിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ബേബി ക്രൈസ് ഓൾ ഡേ ആൻഡ് സ്ലീപ്പ് ഓൾ നൈറ്റ്. രാത്രി നല്ലോണം ഉറങ്ങണ കുട്ടികൾ, പകല് നല്ലോണം കരയും. ഏതാണ്? വേറെ ആൻസേഴ്സ് ഉണ്ടോ? ഡോക്ടറെ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ബേബി ക്രൈസ് ഓൾ നൈറ്റ് ആൻഡ് സ്ലീപ്പ് ഓൾ ഡേയ്സ്. ജലാപ്പ സൊറൈനം. ഇതിന്റെ കൂടെ ഈ സിംറ്റംസും കൂടി ഉണ്ടെങ്കിൽ ക്രോസ് ഇറിറ്റബിൾ, ചൈൽഡ് ക്രൈസ് ആൻഡ് സ്ക്രീംസ് ഓൾ ടൈം എസ്പെഷ്യലി അറ്റ് നൈറ്റ്, ലേക്കനൈനം, നെക്സോമിക്ക, ജലാപ്പ സൊറൈനം. ഓക്കെ, ഇപ്പൊ ഇത് കൺഫ്യൂഷൻ മാറിയോ ഡോക്ടറെ? അതായത് രാത്രി ഉറങ്ങുന്നത് ലൈക്കോപോഡിയാണ്. ഓക്കെ, പകൽ ഉറങ്ങുന്നത് ജലാപ്പ സൊറൈനം, ലേക്കനൈനം, നെക്സോമിക്ക, ജലാപ്പ. ഇത്രയും മെഡിസിൻസ് വരും. ലേക്കനൈനും നെക്സോമിക്കയും ജലാപ്പയും സൊറൈനം. ഓക്കെ, അതായത് ലൈക്കോപോഡി ഓർത്ത് വെച്ചാൽ മതി, ബാക്കി ഓർക്കണ്ടെന്നല്ല കേട്ടോ. സ്ലീപ്പ് രാത്രി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത് ലൈക്കോപോഡിയും കുട്ടികൾ കൂടിയെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ചിൽഡ്രന്റെ സ്പാസ് ആണ്. സ്പാസം ഓഫ് ചിൽഡ്രൻ ഫ്രം അപ്രോച്ച് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഏതാണ് മെഡിസിൻ? അത് സ്ട്രേഞ്ചേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് സ്പാസം ഉണ്ടാവും. ഓപ്പിയം. നെക്സ്റ്റ് വൺ, സ്പാസം ഫ്രം നഴ്സിംഗ് ആഫ്റ്റർ ഫ്രൈറ്റ് ഓഫ് മദർ.
spasm from nursing after fright of mother. Opium. Opium. ഒപ്പിയം ഉണ്ട്, ഹൈസാമസ് ഉണ്ട്. ഓക്കെ, മറക്കരുത്. സ്പാസം ഓഫ്, അതായത് രണ്ട് മെഡിസിൻസ് ഉണ്ട്. സ്പാസം ആഫ്റ്റർ ആങ്കർ ഓഫ് മദർ, ഇതും രണ്ട് മെഡിസിൻ. കെമോമില നക്സോമിക്ക. കെമോമിലി നക്സോമിക്കയാണ്. സ്പാസം നഴ്സിംഗ് ആഫ്റ്റർ ഫ്രൈറ്റ് ഓഫ് മദറും ഓപ്പിയം ഹയോസും ഉണ്ട്. സ്പാസം ഓഫ് ചിൽഡ്രൻ അപ്രോച്ച് ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഓപ്പിയം ഉണ്ട്. ഓക്കെ, ഇതാണ് സ്പാസം ഓഫ് ചിൽഡ്രൻ. സ്പാസം 3 ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രെഞ്ചർ ഓപ്പിയം, ഫ്രൈറ്റ് മദറിൻ്റെത് ഓപ്പിയം ഹയോസ്, ആങ്കർ കെമോമിലി നക്സോമിക്ക. നെക്സ്റ്റ് വൺ ഡയറിയ, ഹോർബിളി ഒഫൻസീവ്, ബ്രൗൺ ബ്ലാക്ക് ആണ്, വേദനയില്ല, പെയിൻലെസ്, ഇൻവോളണ്ടറി, അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ്. പൈറോജൻ. വേറെ ഏതെങ്കിലും മെഡിസിൻസ് ഉണ്ടോ? ഈ ഓപ്ഷനിൽ പൈറോജൻ മാത്രമേ ഉള്ളൂ. പൈറോജൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കൺഫ്യൂഷൻ ആവാൻ ചോദിച്ചാണ്. ഓക്കെ, ഡിസീസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ഓപ്പിയം, ബെറേറ്റക്കാർ, മിലിഫോളിയം, അല്ലെങ്കിൽ ഓൾ ആണോ ആൻസർ? ഓപ്പിയത്തിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഓപ്പിയം ഉണ്ട്, ബെറേറ്റക്കാർബ് ഉണ്ട്, മില്ലിഫോളിയം ഉണ്ട്. നെക്സ്റ്റ്, ഡിസ്റ്റിങ് സെൻസേഷൻ ഓഫ് എ വൂംബ്, ഹെലോണിയസ്, ലൈസിന, മ്യൂറക്സ്, അല്ലെങ്കിൽ ഇത് മൂന്നും ഉണ്ടോ? അതെ, ഡിസ്റ്റിങ് സെൻസേഷൻ മ്യൂറക്സിലുണ്ട്, ലൈസിനത്തിലുണ്ട്, ഹെലോണിയസിലുണ്ട്. നെക്സ്റ്റ് വൺ, പിക്കിംഗ് ബെഡ് ക്ലോത്ത് വൈ എവേക്ക്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എവേക്ക് ആണ്. ഓപ്പിയം അല്ലെങ്കിൽ ബെൽ ഹയോസ്, ഹയോസ് ഓപ്പിയം, ഓപ്പിയവും ബെല്ലും ഹയോസും മൂന്നുണ്ട്. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. എ ഓപ്പിയം. ഓക്കെ, എ വന്നു, ബി ആൻസർ വന്നു. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ആൻസർ പറയാം. ഇത് ബി ആണ് ആൻസർ വരുന്നത്. വൈ എവേക്ക് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം ബെല്ലും ഹയോസും ആണ് വരുന്നത്. സ്ലീപ്പ് ആണ് ഓപ്പിയം വരുന്നത്. ഓക്കെ, പിക്കിംഗ് ബെഡ് ക്ലോത്ത് ഡ്യൂറിങ് സ്ലീപ്പ് ആണ് ഓപ്പിയം. നെക്സ്റ്റ് വരുന്നത് കനോട്ട് ബിയർ ലീസ്റ്റ് ടച്ച്, നോട്ട് ഈവൻ ഷീറ്റ് ഓൺ ജെനൈറ്റൽസ്. മ്യൂറക്സ്, സെപ്പിയ, മ്യൂറാറ്റിക് ആസിഡ്, എ എൻ സി, ഓലെ മൂന്നും ഉണ്ടോ? എ എൻ സി. അതെ, മ്യൂറക്സും മ്യൂറാറ്റിക് ആസിഡും ആണ്. എല്ലാവരും ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സ് ആൻസർ പറയണം കേട്ടോ, തെറ്റായാലും കുഴപ്പമില്ല. കനോട്ട് ബിയർ ലീസ്റ്റ് ടെസ്റ്റ്, നോട്ട് ഈവൻ ഷീറ്റ് ഓൺ ജെനൈറ്റൽസ്, മ്യൂറക്സും മ്യൂറാറ്റിക് ആസിഡ്, MM. ഓക്കെ, അടുത്ത ഡയറി ആണ്. അതായത് ഫ്ലാറ്റസിന്റെ കൂടെ സ്റ്റൂൾ പോകുന്നുള്ള വരുന്ന കുറച്ച് ഡ്രഗ്സ്. അത് ഓരോ ഡ്രഗ്സിലും ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ഡയറിയ അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ്. ചെറിയ വേർഡ്സിന് ഡിഫറൻസേ ഉണ്ടാവും. കുറച്ച് നല്ലോണം തറവായാലും നമുക്കത് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഡയറിയ അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ്. പൈറോജനും എലോ ആണ്. എലോ ഒലിയാൻഡ്രോ ആണ് ഇതിൽ പറയുന്നത്. ഡയറിയ അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ്. പൈറോജൻ, എലോ, ഒലിയാൻഡർ. ഓക്കെ, അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ്. നെക്സ്റ്റ്, ഡയറിയ ഓൺ പാസിംഗ് വിൻഡ്. ഗസ് ചെയ്തോ? ഇപ്പൊ നിങ്ങൾക്ക് പൈറോജനോ എലോ ഒലിയാൻഡർ ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഗസ് ഉണ്ടോ? ഡയറിയ ഓൺ പാസിംഗ് വിൻഡ്. മ്യൂറാറ്റിക് ആസിഡ് എലോ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഡയറിയ ഓൺ പാസിംഗ് വിൻഡ് ചില വേർഡ്സിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ ഡ്രഗിന്റെ ഉള്ള കമ്പാരിസൺസ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡയറിയ ഓൺ പാസിംഗ് വിൻഡ്, മ്യൂറാറ്റിക് ആസിഡ് എലോ, പൈറോജൻ, എലോ ഒലിയാൻഡർ, അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ്. When passing flatters, sensation as if stool would pass with it. When passing flatters, sensation as if stool would pass with it. പറഞ്ഞോളൂ. നാട്രമ്യൂർ, ഒലിയാണ്ടർ, അലോസ്,
നാട്രമ്യൂർ ഓർത്ത് വെച്ചു അല്ലേ? നാട്രമ്യൂർ ഉണ്ട്, അലോസ്, അല്ലോ ഉണ്ട്, ഒലിയാൻഡർ ഉണ്ട്, മ്യൂറാറ്റിക് ആസിഡ് ഉണ്ട്, നാട്രമ്യൂർ ഉണ്ട്. ഓക്കെ, വെൻ പാസിംഗ് ആക്ച്വലി ഇതെല്ലാം എല്ലാ സെയിം മീനിങ് തന്നെയാണ്, ബട്ട് ഡിഫറെന്റ് വേർഡിൽ അത് പ്രസന്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വരുമ്പോൾ ആ വേർഡ് ഉള്ളത് തന്നെ നമ്മൾ എഴുതേണ്ടി വരും. എങ്കിലേ മാർക്ക് കിട്ടും, കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. When passing flatter sensation as the stool would pass with it, yellow, oleander, muriatic acid, natron. കോൺസ്റ്റിപ്പേഷന്റെ സമയത്ത് ഇൻവോളണ്ടറി നോസ് നോട്ട് വെദർ ഫ്ലാറ്റസ് ഓർ ഫീസസ് എസ്കേപ്പ്. ഓ കേട്ടില്ലല്ലോ. നാട്രമ്യൂർ. കുറെ മെഡിസിൻസ് നാട്രമ്യൂർ ഉണ്ട്, യെല്ലോ ഉണ്ട്, അയഡ് ഉണ്ട്, മ്യൂറാറ്റിക് ആസിഡ് ഉണ്ട്, ഒലിയാൻഡർ ഉണ്ട്, പോഡോഫൈൽ ഉണ്ട്. ഓക്കെ, നാട്രമ്യൂർ, യെല്ലോ, അയഡ്, മ്യൂറാറ്റിക് ആസിഡ്, ഒലിയാൻഡർ, പോഡോഫൈൽ. ഇപ്പൊ ഡയറിയ ഫ്ലാറ്റ് സ്റ്റൂളിന്റെ ഇത്രയും കമ്പാരിസൺസ് ആണ് ഉള്ളത്. ഡയറിയ അൺസർട്ടൺ വെൻ പാസിംഗ് ഫ്ലാറ്റസ് ആണെങ്കിൽ പൈറോജൻ, യെല്ലോ, ഒലിയാൻഡർ. ഡയറിയ ഓൺ പാസിംഗ് വിൻറ്റ് ആണെങ്കിൽ മ്യൂറാറ്റിക് ആസിഡ്, യെല്ലോ. വെൻ പാസിംഗ് ഫ്ലാറ്റസ് സെൻസേഷൻ ആസ് എ സ്റ്റൂൾ വുഡ് പാസ് വിത്ത് ഇറ്റ് ആണെങ്കിൽ യെല്ലോ, ഒലിയാൻഡർ, മ്യൂറാറ്റിക് ആസിഡ്, നാട്രമ്യൂർ. കോൺസ്റ്റിപ്പേഷന്റെ സമയത്ത് ഇൻവോളണ്ടറി ആയിട്ട് ഫ്ലാറ്റസിന്റെ കൂടെ ഫീസസ് എസ്കേപ്പ് ചെയ്യുന്നുള്ള ഡൗട്ട് തോന്നുന്നുണ്ട്. അല്ല മനസ്സിലാവാത്തത് നാട്രമ്യൂറുണ്ട്, എലോനുണ്ട്, അയഡത്തിനുണ്ട്, മ്യൂറാറ്റിക് ആസിഡ്, ഒലിയാൻഡർ ഉണ്ട്, പോഡോഫൈൽ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഡയറിയന്റെ ഫ്ലാറ്റസ് സ്റ്റൂൾ കമ്പാരിസൺ വരുന്നത്. നെക്സ്റ്റ്, ദ ബെഡ് ഫീൽസ് ഹാർഡ്, പാർട്ട് ലേയിങ് ഓൺ ഫീൽ സോർ ആൻഡ് ബ്രൂയിഷ്ഡ്, റാപ്പിഡ് ഡെക്ബിറ്റസ്. ഏതാണ് മെഡിസിൻ? ഹാർഡ് ആണ് കേട്ടോ, പൈറോജൻ ആണ്. അടുത്തത് സോർ ബ്രൂയിഷ്ഡ് ഫീൽ, അതിന്റെ കമ്പാരിസൺസ് ആണ് കേട്ടോ. അത് ഡ്രഗ് സോർ ബ്രൂയിഷ്ഡ് ഫീലിംഗ് ഓൾ ത്രൂ ദ ബോഡി ആസ് ഇഫ് ബീറ്റൻ, ട്രോമാറ്റിക് എഫക്ഷൻസ് ഓഫ് മസിൽ, എവറിഥിങ് ഓൺ വിച്ച് ഹി ലൈ സീംസ് ടു ഹാർഡ്. പൈറോജനും ഹാർഡ് തന്നെയാണ്. കംപ്ലൈൻസ് കോൺസ്റ്റന്റ്ലി ഓഫ് ഇറ്റ് ആൻഡ് കീപ് മൂവിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ സെർച്ച് ഓഫ് സോഫ്റ്റ് സ്പോട്ട്. ഇത്രയും നാല് അതായത് സോർ ബ്രൂയിഷ്ഡ് ഫീലിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആർമിക്കാനുള്ള ഐഡിയ കിട്ടും. ചില സമയം അസേർഷൻ റീസണിങ് ഒക്കെ വന്നിട്ട് വന്നേക്കാം ഇങ്ങനെ. അതുകൊണ്ട് എല്ലാ സെന്റൻസും നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ in whatever position patient lies, the part rested upon feels sore and bruised. Pyrrogen അല്ല, വേറൊരു റെമഡി. ഏതാണ്? ബാപ്റ്റീഷ്യ. Yes, ബാപ്റ്റീഷ്യ. Bed feels so hot she can't lie on it. ഹോട്ട് എന്നുള്ളത് ഒരു മെഡിസിനോ? ഓപ്പിയം. യെസ്, ഓപ്പിയം. ബെഡ് ഫീൽസ് ഹാർഡ്, നമ്മളിപ്പോ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ വരും. ആർണിക്ക, ഡയോണിയ, പൈറോജൻ. പൈറോജൻ, ബ്രൈ, ആർണിക്ക. അടുത്തത് മെമ്മറിന്റെ കുറച്ച് കമ്പാരിസൺസ് ആണ്. ലാക്കാനിനത്തിൽ മെമ്മറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പാരിസൺ അതിന്റെ റെമഡീസ്. മേക്ക് പർച്ചേസസ് ആൻഡ് വാക്ക് അവേ വിത്തൗട്ട് ദം. കുറച്ചധികം മെഡിസിൻസ് ഉണ്ട്, പറയാവോ? ലെക്കനിനും ഉണ്ട്, കോസ്റ്റിക്കം. ലെക്കാനിനത്തിന്റെ ഒരു ഐ മീൻ ഇത് മാത്രമല്ല, വെരി ഫോർഗറ്റ്ഫുൾ ആൻഡ് ആബ്സെന്റ് മൈൻഡ് എന്നുള്ള വേർഡും കൂടി ഉണ്ട്. ലാക്കനിനം, ആഗ്നസ് ആണ്. അനാക്കാർഡിയം, കോസ്റ്റിക്കം, നാട്രമ്യൂർ. ഓക്കെ, ഇത്രയും മെഡിസിൻസ് ആണ് ഉള്ളത്. മേക്ക് പർച്ചേസസ് ആൻഡ് വാക്ക് അവേ വിത്തൗട്ട് ദം. ആഗ്നസ് ഉണ്ട്, അനാക്കാർഡിയം, കോസ്റ്റിക്കം, നാട്രമ്യൂർ. മേ ബി നമ്മൾ അനാക്കാർഡിയം കോസ്റ്റിക്കോ ചില സമയം മറന്നു പോയേക്കാം. സോറി, ആഗ്നസും കോസ്റ്റിക്കോ. ഓക്കെ, അതാണ് മേക്ക് പർച്ചേസസ് വാക്ക് അവേ വിത്തൗട്ട് ദം. ലെക്കനിനം, ആഗ്നസ്, അനാക്കാർഡിയം, കോസ്റ്റിക്കം, നാട്രമ്യൂർ. അടുത്തത് അരിത്മെറ്റിക് കാൽക്കുലേഷൻ ഡിഫിക്കൾട്ട്. ഈ ഒരു വേർഡ് ഉള്ളത് സിഫ്ലിനം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കീനോട്ടിലെ ഡ്രഗ്സിൽ അരിത്മെറ്റിക് കാൽക്കുലേഷൻ ഡിഫിക്കൾട്ട്, സിഫ്ലിനം. അടുത്തത് കാൺ റീകലക്ട്, ഹാസ് ടു റീഡ് ദ സെന്റൻസ്. ആഗ്നസ് ആണ്. ഹാസ് ടു റീഡ് ദ സെന്റൻസ് പറയുന്നത് ആഗ്നസ് ആണ്. കീനോട്ടിലാണ്. ബോറിക്കില് പല ഡ്രഗ്സിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള കിട്ടും. കാൺ റിമെമ്പർ നെയിം ഓഫ് പേഴ്സൺ. പേഴ്സന്റെ പേര് മാത്രം ഓർക്കാത്തത് വരെ. മെഡോറിനുണ്ട്.
സിഫിലിനം മെഡോറിനം രണ്ടെണ്ണം കേട്ടോ. സിഫിലിനം മെഡോറിനാണ്. കാൺ റിമെമ്പർ നെയിം ഓഫ് പേഴ്സൺ. പിന്നെ സിഫിലിനത്തിന് സോറി മെഡോറിനത്തിന് സ്വന്തം പേര് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അണേബിൾ ടു ഫൈൻഡ് പ്രോപ്പർ വേർഡ് കിട്ടില്ല പറയാൻ. പ്ലംബമെറ്റ് ആണ് കേട്ടോ. അണേബിൾ ടു ഫൈൻഡ് പ്രോപ്പർ വേർഡ്. ആ വേർഡ് പ്രോപ്പർ വേർഡ് എന്നുള്ളതാണ് പ്ലംബമെറ്റ്. അനാക്കാർഡിയം ലാക്കനൈനം മൂന്നുണ്ട്. പ്ലംബമെറ്റിലാണ് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. അനാക്കാർഡിയം ലാക്കനൈനം എൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അണേബിൾ ടു ഫൈൻഡ് പ്രോപ്പർ വേർഡ് പ്ലംബമെറ്റും അനാക്കാർഡിയം ലാക്കനൈനം. Forget his last word and ideas. Cannabis. കനാബിസ് ഏതാ? Cannabis indica. ഓക്കെ, വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ബിഗിൻ എ സെന്റൻസ് ഫോർഗെറ്റ് വാട്ട് ഹി ഇന്റൻഡ് ടു സ്പീക്ക്. ഓക്കെ, അതാണ് കനാബിസ് ഇൻഡിക്കൽ വരുന്നത്. കനാബിസ് ഇൻഡിക്കൽ അത് മാത്രമല്ല, ഇന്നബിലിറ്റി ടു റീകോൾ എനി തോട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ തോട്ട്സ് തലയിൽ കുടുങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക ഇവർക്ക് ഓർമ്മയില്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് മെമ്മറി റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഫോർഗെറ്റ് ഹിസ് ലാസ്റ്റ് വേർഡ് ആൻഡ് ഐഡിയാസ് ആണ്. ബിഗിൻസ് എ സെന്റൻസ് ആൻഡ് ഫോർഗെറ്റ് വാട്ട് ഹി ഇന്റൻഡ്സ് ടു സ്പീക്ക്. പ്ലംബമെറ്റിന്റെ വീക്ക്നെസ് ഓഫ് മെമ്മറിയും ലോസ് ഓഫ് മെമ്മറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് കോമൺ ആയിട്ട് എഴുതില്ല എന്നുള്ളൂ. Wanda susceptibility to remedies, lack of vital reaction, the well-chosen remedy make no impression. Opium Karbovich ആണോ, Karbovich Valerian opium ആണോ? തീർന്നിട്ടില്ല കേട്ടോ. ഡി വരേണ്ട ഓപ്ഷൻ. ഓപ്പിയം കാർബോവിച്ച് ലോറൽ വലേറിയാന, അല്ലെങ്കിൽ ഓപ്പിയം കാർബോവിച്ച് ലോറൽ മാത്രമാണ് ഉള്ളത്. ABC D. C. Option C. ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. എല്ലാ മെഡിസിൻസിലും ഇല്ലേ ഇതിന്റെ ഓപ്ഷൻസ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ചില മെഡിസിൻസ് ഓർക്കില്ല. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. എ ഡിസ്റ്റിങ് ഇത് ഞാൻ പറഞ്ഞതാണല്ലോ ഓൾറെഡി. Constipation with complete inertia, obstinate from impaction, and in fevers, stool large black carry-on like smell. Small Pyrogen. Pyrogen. Pyrogen ആണത്. Think she is not at home. Bryone opium രണ്ടും ഉണ്ടോ അല്ലേ? ഇതൊന്നും അല്ലേ. C. Bryone opium. ഓപ്പിയത്തിനുണ്ട്. Leucorrhea, aggravation, mental depression, happier than leucorrhea is worse. Direct question, simple ആയിട്ടുള്ള question. Sleeplessness with acuteness of hearing, clock striking and cock crowing at a great distance keep her awake. Opium, anacardium, syphilinum, all. Symptoms erratic and pain constantly flying from one part to another. Lacanum calibi brain, lacanum pulse brain, calibi brain pulse, lacanum pulse. Option D. വേറെ എന്തെങ്കിലും ആൻസർ? ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് കേട്ടോ. കാലിബയും പൾസും ലാക്കനും ആണ് സിംറ്റംസ് പെയിൻ കോൺസ്റ്റന്റ്ലി പോകുന്നത് രണ്ട് സൈഡിലേക്ക്, ഫ്ലൈങ് ഫ്രം വൺ പാർട്ട് ടു അനദർ. Sore throat and cough are apt to begin and end with menstruation. Next mosquito, lachesis, lacanum, all. Lacanium. Lacanum മാത്രമേ ഉള്ളൂ സിംറ്റം. Tongue dry, cracked, articulation difficult. Crotalis horridus, Sturgeon, Pyrogen, all. Pyrogen. All. മൂന്ന് മെഡിസിൻ ഉണ്ട് കേട്ടോ. അത് പൈറോജൻ ഉണ്ട്, ക്രോട്ടാലസ് ഹോറിഡിസ് ഉണ്ട്, പൈറോജനും. ഐ മീൻ ആർട്ടിക്കുലേഷൻ ഡിഫിക്കൽട്ട് വരുന്നത്. നെക്സ്റ്റ്, സെക്ഷൽ ഓർഗൻ ഈസിലി എക്സൈറ്റഡ് ഫ്രം ടച്ച്, പ്രഷർ ഓൺ സിറ്റിംഗ്, ഫ്രിക്ഷൻ ബൈ വാക്കിംഗ്. Lacanum. Murex.
ഇത്രയും മെഡിസിൻസ് ഉണ്ട് കേട്ടോ. ലൈക്കാനം, സിനമോൺ, കോഫിയ, മ്യൂറക്സ്, പ്ലാറ്റിനം. ഓക്കെ, ഒന്നും മാത്രമല്ല സെക്ഷൽ ഓർഗൻ ഈസ് അതിന്റെ ബ്രാക്കറ്റിലുണ്ട്. സെക്ഷൽ ഓർഗൻ ഈസ് easily excited from touch, pressure on sitting or friction by walking. Distinct consciousness of heart. It feels tired as if enlarged, pouring, throbbing, pulsating, constant in ears. Prevent sleep. Pyrogen. Option C. Pyrogen. Pyrogen മാത്രമുള്ളൂ അത് symptom. The bearing down sensation ആണ്, അതിന്റെ comparisons ആണ്. Bearing down sensation as if internal organ would be pushed out. Must sit down and cross the limb to ameliorate by pressure. ഏതാണ് മെഡിസിൻ? Murex. സെപ്പിയൽ ഇതിൽ കമ്പാരിസൺ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാല് നോ സെക്ഷൽ ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ സെപ്പിയ വരത്തുള്ളൂ. ഓക്കെ, നോ സെക്ഷൽ ഡിസയർ ഉണ്ടെങ്കിൽ സെപ്പിയാണ്. അടുത്തത് പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ആൻഡ് വെജൈന. Pressure and bearing down as if everything would protrude from pelvis. Must cross the limb tightly or sit close to prevent it. With operation of breathing. 4 പോയിന്റ്സ് ഉള്ളത് ഏത് മെഡിസിനിലാണ്? പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ആൻഡ് വെജൈന ഉണ്ട്, പ്രഷറും ബിയറിംഗ് ഡൗൺ ഉണ്ട്, എവറിഥിങ് പ്രൊട്രൂഡ് ഫ്രം പെൽവിസ് എന്നാണ് പറയുന്നത്. മസ്റ്റ് ക്രോസ് ദ ലിംബ് ടൈറ്റ്ലി ഓർ സിറ്റ് ക്ലോസ് ടു പ്രിവെന്റ് ഇറ്റ് വിത്ത് ഓപ്പറേഷൻ ഓഫ് ബ്രീത്തിങ്. ഏതാണ് മെഡിസിൻ? മെയിൻ മെഡിസിൻ നമ്മളൊരു ഡ്രഗ് പഠിക്കുമ്പോൾ അതിലൂടെ കമ്പാരിസൺ കൂടി പഠിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അവസാനം കൺഫ്യൂഷൻ ആവും. ഇത് മ്യൂറക്സിലുണ്ടോ? സെപ്പിയാണ് കേട്ടോ ഇതിലെ ആൻസർ. പിന്നെ ബ്രാക്കറ്റിൽ കുറച്ച് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ക്രോസ് ദ ലിംബ് ടൈറ്റ്ലി എന്നിട്ട് ലാസ്റ്റിലേക്ക് അതില് അഗാരിക്കസും ബെല്ലും വില്യൻറ്റിക്കും മ്യൂറക്സും സാനിക്കിലൊക്കെ വരും. ബെയറിംഗ് ഡൗൺ സെൻസേഷനിൽ അടുത്തത് പ്രൊലാപ്സിസ്, പോസ്റ്റ് ക്ലൈമാട്രിക്, ബെയറിംഗ് ഡൗൺ പെയിൻ ഓൾമോസ്റ്റ് ഇൻടോളറബിൾ. പ്രൊലാപ്സ് ഉണ്ട്, പോസ്റ്റ് ക്ലൈമാട്രിക് ആണ് മെയിൻ ആയിട്ട് കംപ്ലൈൻസ്. ബെയറിംഗ് ഡൗൺ പെയിൻ ഓൾമോസ്റ്റ് ഇൻടോളറബിൾ. പെൽവിസിലൂടെ പോകുന്നോ അങ്ങനെയൊന്നും സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ പലതിനെയും ബ്രാക്കറ്റ്സിൽ ഈ റെമഡി കാണാം. മസ്റ്റ് ക്രോസ് ദ ലിംബ് ടൈറ്റ്ലി, അതിന്റെ ബ്രാക്കറ്റിൽ ഈ റെമഡി കൊടുത്തിട്ടുണ്ട്. പ്രൊലാപ്സിസ്, പോസ്റ്റ് ക്ലൈമാട്രിക്, ബിയറിംഗ് ഡൗൺ പെയിൻ ഓൾമോസ്റ്റ് ഇൻടോളറബിൾ. ഗസ് പറഞ്ഞ ഡോക്ടേഴ്സ് ഏത്? Lachesis. അപ്പോൾ അടുത്ത ആൻസർ Agaricus. Agaricus. അതെ, അഗാരിക്കസ് ആണ് ഡോക്ടർ ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല. ബിയറിംഗ് ഡൗൺ പെയിൻ ഓൾമോസ്റ്റ് ഇൻടോളറബിൾ, പോസ്റ്റ് ക്ലൈമാട്രിക് ആൻഡ് പ്രൊലാപ്സസ് വരുന്നത് അഗാരിക്കസിലാണ്. നെക്സ്റ്റ് ബിയറിംഗ് ഡൗൺ, ഇതിൽ ആൻസർ ഉണ്ട് കേട്ടോ. പ്രസിംഗ് ഡൗൺവേർഡ് ആസ് ഇഫ് കണ്ടന്റ് ഓഫ് ദ അബ്ഡമൻ വുഡ് ഇഷ്യൂ ഫ്രം വൾവ, എമിലറേഷൻ സ്റ്റാൻഡിങ് ആൻഡ് സിറ്റിംഗ് ഇറക്റ്റ്, അഗ്രവേഷൻ മോർണിംഗ്. ബെലഡോൺ ആണ് കേട്ടോ മെഡിസിൻ പറയുന്നത്. ബെലഡോണൊക്കെ ബിയറിംഗ് ഡൗൺ പറയുന്നുണ്ട്. ബിയറിംഗ് ഡൗൺ സിമിലർ ആയിട്ടുള്ളത് പ്രസിംഗ് ഡൗൺവേർഡ് ആസ് ഇഫ്. ബിയറിംഗ് ഡൗണിലുള്ള സെന്റൻസ് യൂസ് ചെയ്യുന്നില്ല, ബട്ട് ആ മീനിങ്ങിലുണ്ട്. Pressing downward as if content of the abdomen would issue from the vulva, emulation, standing and sitting erect. സ്റ്റാൻഡിങ്ങും സിറ്റിംഗ് ഇറക്റ്റും ആണ് ബെൽഡോണിലെ എമിലറേഷൻ വരുന്നത്. നെക്സ്റ്റ് വീക്ക്നെസ്, ബിയറിംഗ് ഡൗൺ ആസ് ഇഫ് കണ്ടന്റ് ഓഫ് ദ പെൽവിസ് വുഡ് എസ്കേപ്പ്, അഗ്രിവേഷൻ വാക്കിംഗ്, knee step or jar, emulation, lying down and restum. Desire to support the part by placing the hand against the vulva. William Pink. Answer വന്നു. സാനിക്കുലിയാണ് കേട്ടോ. Desire to support the part by placing hand against the vulva, soreness of the uterus എന്ന് പറഞ്ഞിട്ടുള്ളതിൽ സാനിക്കുലി ഉണ്ട്. അതിന്റെ ബ്രാക്കറ്റിൽ ഇലിയൻറ്റിക്കും മ്യൂറക്സും പറഞ്ഞിട്ടുണ്ട്, അതായത് ലാസ്റ്റ് സെന്റൻസിന്റെ ബ്രാക്കറ്റിൽ. ഓക്കെ, ബാക്കി എല്ലാ സെന്റൻസും പറയുകയാണെങ്കിൽ സാനിക്കുലിയിൽ മാത്രമേ ഉള്ളൂ.
Weakness bearing down as you conduct the pelvis would escape aggravation, walking, misstep or jaw, elevation, resting, lying down, elevation, decide to support the part by placing hand against the vulva, soreness of the uterus. സാനിക്കുലയാണ്. പിന്നെ ബ്രാക്കറ്റിൽ ഇലിയൻറ്റിക്കും മ്യൂറക്സും പറഞ്ഞിട്ടുണ്ട്. സ്ലീപ്പി ബട്ട് കനോട്ട് സ്ലീപ്പ്. ബെൽ കമമില, ഓപ്പിയം കമമില ബെൽ, ഓപ്പിയം ബ്രൈ കമമില. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഒപ്പിയം ചുമല ബെൽ. അതെ, ബി ആണ് ആൻസർ. ഓപ്പിയം കെമമിലും ബെലഡാണ്. ഡ്യൂറിംഗ് മെൻസസ് ബ്രസ്റ്റ് swollen, nipple painful and tender. All Conium. all Helonius conium lacanium. Okay. In writing uses too many words or not the right one. Omit final letter or letter in a word. Lacanium. Lacanine ആണ്. Cross irritable, child cries and screams all the time, especially at night. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അല്ലേ? എന്നാലും പറഞ്ഞോളൂ. D. B. Option D. Option D. ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത മെൻസസ് ബ്രൈറ്റ് റെഡ് വിസ്കിഡ് ആൻഡ് സ്ട്രിഞ്ചി. മെൻസസ് ബ്രൈറ്റ് റെഡ് വിസ്കിഡ് ആൻഡ് സ്ട്രിഞ്ചി. Lacanine. ഓക്കെ, ലൈക്കനേനം. അടുത്തത് ഡാർക്ക് ബ്ലാക്ക് ആൻഡ് സ്ട്രിഞ്ചി. Crotalus horridus. Crocus sativus. ഓക്കെ, ക്രോക്കസ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആൻഡ് സ്ട്രിഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ, മെൻസസ് ബ്രൈറ്റ് റെഡ് ആണ് ലൈക്കനൈനും, ഡാർക്ക് ആൻഡ് ബ്ലാക്ക് ആണെങ്കിൽ ക്രോക്കസ് ആണ് വരുന്നത്. ഏത് മെഡിസിനിലാണ് യൂറിൻ വീഹാസ് സപ്രഷൻ വൈൽ ഡാഷിൽ സെക്രീഷൻ ഇസ് നോട്ട് ഡിമിനിഷ്ഡ് ആൻഡ് ബ്ലാഡർ ഇസ് ഫുൾ ബട്ട് ഫുൾനെസ് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ്? Equisetum. ഫസ്റ്റില് യൂറിനൽ സപ്രഷൻ ഉണ്ട്, മറ്റതിൽ സെക്രീഷൻസ് ഉണ്ട് ബട്ട് അതിന്റെ ഫുൾനെസ് അറിയില്ല എന്നാണ്. രണ്ട് മെഡിസിൻസ് ഉണ്ട് ഇതിന്. ഒന്നാമത്തെ മെഡിസിൻ ഏതാണ്? Lacanium. IPS വന്നു, ലാക്കനൈൻ വന്നു, പിന്നെ ടാപ്പിസാഗ്രിയ വന്നു, പിന്നെ സെക്കൻഡ് മെഡിസിൻ ഏതാണ്? അതേ സെക്രീഷൻസ് ഉണ്ട് ബട്ട് അതിന്റെ ഫുൾനെസ് മനസ്സിലാവില്ല. അല്ല, ആൻസർ പറയാം. ഫസ്റ്റിലേത്തത് സ്ട്രമോണിയത്തിനാണ്. സ്ട്രമോണിയത്തിന് സപ്രഷൻ ആണ്, അവിടെ യൂറിൻ കുറവാണ്. ഓക്കെ, ബട്ട് ഓപ്പിയത്തിന് എന്താണെന്ന് വെച്ചാൽ സെക്രീഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല ഫുൾനെസ് ഉള്ളത്. ഓക്കെ, അതായത് സ്ട്രമോണിയത്തിൽ യൂറിൻ വി ഹാവ് സപ്രഷൻ വൈ ഇൻ ഓപ്പിയം സെക്രീഷൻ ഇസ് നോട്ട് ഡിമിനിഷ്ഡ്, ദ ബ്ലാഡർ ഇസ് ഫുൾ ബട്ട് ഫുൾനെസ് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നാണ്, അല്ലെ അൺറെക്കഗ്നൈസ്ഡ്. അതാണ് ഓപ്പിയത്തിൽ വരുന്നത്. ഓക്കെ, ഓപ്പിയത്തിൽ കമ്പാരിസൺ കൊടുത്തിട്ടുള്ള മെഡിസിൻസ് ആണ് സ്ട്രമോണിയം. അടുത്തത് പെർസിസ്റ്റന്റ് ഡയറിയ ഇൻ ദോസ് ട്രീറ്റഡ് വിത്ത് ലാർജ് ഡോസസ് ഓഫ് ദ ഡ്രഗ്. ഏത് ഡ്രഗ് ആണ് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഇത് പറഞ്ഞത്? പെർസിസ്റ്റന്റ് ഡയറിയ ഇൻ ദോസ് ഓപ്പിയം ലിപ്പെ. ലിപ്പയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓപ്പി നിങ്ങൾക്ക് അറിയായിരിക്കും ബട്ട് ആരാ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. ബട്ട് അതും കൂടി നോക്കി നോക്കണം. പെർസിസ്റ്റന്റ് ഡയറിയ ഇൻ ദോസ് ട്രീറ്റഡ് വിത്ത് ലാർജ് ഡോസസ് ഓഫ് ഡ്രഗ്. ഏതാ ഡ്രഗ് എന്ന് വെച്ചാൽ ഓപ്പിയം, ആരാ പറഞ്ഞ വെച്ചാൽ ലിപ്പെ. അടുത്തത് ഡാഷ് റെൻഡേഴ്സ് ദ ഇൻറ്റസ്റ്റൈൻ സോ സ്ലഗ്ഗിഷ് ദാറ്റ് ദ മോസ്റ്റ് ആക്റ്റീവ് പർഗേറ്റീവ് ലോസ് ദെയർ പവർ. ആരാണ് പറഞ്ഞത്? ഏത് മെഡിസിൻ? ഹെറിങ് പറഞ്ഞത് ഓപ്പിയം. ഹെറിങ് ആണ് പറഞ്ഞത് ഓപ്പിയം. ഓക്കെ, ഇൻറ്റസ്റ്റൈൻ സ്ലഗ്ഗിഷ് ആണ്. cannot concentrate the mind to read or study and very nervous. Lacanine. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര മെഡിസിൻസിന്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്? ബോവിസ്റ്റ, ഗ്രാഫൈറ്റിസ്, ലാക്കസിസ്, നാട്രംകാർ. ഓക്കെ, സെപ്പി. അടുത്ത ഓരോ ഡ്രഗ്സിന്റെയും കുറച്ച് പോയിന്റ്സ് ആണ്. പിന്നെ ബോറിക്കിലെ പോയിന്റ്സ് ഞാൻ എല്ലാം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല.
പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയാം കേട്ടോ, ട്രിക്സ് പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഫാമിലി പറയാം, അപ്പോഴായിരിക്കും കുറച്ചും കൂടി ഈസി. മ്യൂറെക്സ് ആണ്. മ്യൂറെക്സിന്റെ കോമൺ നെയിം എന്താണ്? പർപ്പിൾ ഫിഷ്. പർപ്പിൾ ഫിഷ് ആണ്. ഇത് ജസ്റ്റ് ഞാൻ വായിച്ചു വിടാം. ഹാപ്പിയർ വെൻ ലുക്കോറിയസ് വേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മ്യൂറെക്സിലാണ്. ക്ലൈമാറ്റിക് സഫറിങ്സിന് കൊടുക്കും. പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ബോറിക്കിലാണ് റൈറ്റ് സൈഡ് ഓഫ് ദ വൂംബ് യൂട്രസ്ന്ന് വേദന ടു റൈറ്റ് ഓഫ് ലെഫ്റ്റ് ബ്രസ്റ്റിലേക്ക് പോകുന്നുള്ളത്. ഓക്കെ, അതായത് പെയിൻ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ വൂംബ് ദാറ്റ് ഗോസ് ടു റൈറ്റ് ഓർ ലെഫ്റ്റ് ബ്രസ്റ്റ്. ആ സിംറ്റം മെയിൻ ആയിട്ട് മ്യൂറെക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു മെയിൻ പോയിന്റ്, ഈ 2 പോയിന്റുകൾ ബോറിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. യൂറിൻ സ്മെൽസ് ലൈക്ക് വലേറിയൻ. ഓക്കെ, വലേറിയൻ സ്മെൽ പറയുന്നത് മ്യൂറെക്സിലാണ്. ഈ 2 പോയിന്റ്സ് ബോറിക്കിന് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഒന്ന് റൈറ്റ് സൈഡ് ഓഫ് ദ വൂംബിന്ന് റൈറ്റ് ഓർ ലെഫ്റ്റ് ബ്രസ്റ്റിലേക്ക് വേദന പോകും. പിന്നെ യൂറിൻ സ്മെൽസ് ലൈക്ക് വലേറിയൻ, അതാണ് മ്യൂറെക്സിൽ വരുന്നത്. അടുത്തത് ലാക്കനൈൻ ആണ്. ലാക്കനൈനും എന്താണ്, എന്ത് മിൽക്കാണ്? ഡോഗ്സ് മിൽക്ക്. ഡോഗ്സ് മിൽക്ക് ആണ് ലാക്കനൈനും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് സിംറ്റംസ് ചേഞ്ചിങ് ഫ്രം സൈഡ് ടു സൈഡ് എവറി ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ് ആണ്. ഡിഫ്തീരിയ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്തീരിയ ത്രോട്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ് എക്സ്റ്റേണലി. എംപ്റ്റി സോളൈ അഗ്രിവേഷൻ വരുന്നത് ഇഗ്നേഷ്യം ലാക്കനൈനോ ആണ്. ഓക്കെ, എംപ്റ്റി സോളൈ അഗ്രിവേഷൻ വരുന്നത് ലാക്കനൈനോ ഇഗ്നേഷ്യ ആണ്. ബിഗിൻ ഓൺ ലെഫ്റ്റ് സൈഡ്, ലാക്കസിസ് പോലെ തന്നെ ലെഫ്റ്റ് സൈഡഡ് എഫെക്ഷൻ ആണ്. എന്നിട്ട് അത് റൈറ്റ് സൈഡിലേക്കാണ് പോവാണ് ചെയ്യുക. ത്രോട്ട് കംപ്ലൈൻസ്, ബ്രസ്റ്റിലും ഇവിടെ കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട്. അഗ്രിവേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ജാർ ടുവേർഡ്സ് ദ ഈവനിങ് ആണ്. പിന്നെ ബ്രസ്റ്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. മസ്റ്റ് ഹോൾഡ് ദം ഫേംലി വെൻ ഗോയിങ് അപ്പ് ഓർ ഡൗൺ സ്റ്റേഴ്സ് ആണ് ബ്രയോണിനെ പോലെ. ഇത്രയാണ് ലാക്കനൈറ്റിലെ മെയിൻ പോയിന്റ്സ്. പിന്നെ ബോറിക്കിലെ പോയിന്റ്സ് എന്ന് പറയാനുള്ളത് വിഷൻസ് ഓഫ് സ്നേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡഡ് സയാട്ടിക്ക, വിഷൻസ് ഓഫ് സ്നേക്കും ഡ്രീംസ് ഓഫ് സ്നേക്കും ലാക്കനൈനത്ത് പറയുന്നുണ്ട്. പിന്നെ സയാട്ടിക്ക റൈറ്റ് സൈഡഡ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡഡ് ആണ് സയാട്ടിക്ക പറയുന്നത്. പിന്നെ എന്താ പറയാ, ഭക്ഷണം കഴിക്കുമ്പോൾ ക്രാക്കിംഗ് ഓഫ് ജോ ഉണ്ടാവും. അതിന്റെ കൂടെ വേറെ 2 ഡ്രഗ്സ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് നൈട്രിക് ആസിഡും റെക്സ്റ്റോക്സും. ഓക്കെ, മെയിൻ ആയിട്ട് ഇതിന്റെ റൊമാറ്റിസം, ഡിഫ്തീരിയും സോർ ത്രോട്ടും ഒക്കെയാണ് ലാക്കനൈറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഡിഫ്തീരിയന്റെ ഏത് സൈഡാന്നുള്ളതും പിന്നെ അതിന്റെ മൊഡാലിറ്റീസും ആണ്. പിന്നെ ഡ്രീംസ് ഓഫ് സ്നേക്കും വിഷൻസ് ഓഫ് സ്നേക്കും റൈറ്റ് സൈഡഡ് സയാട്ടിക്ക, ഈ 3 പോയിന്റ് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കാം. ഡ്രീംസ് ഓഫ് സ്നേക്ക്, സയാട്ടിക്ക, പിന്നെ ഡിഫ്തീരിയന്റെ ഏത് സൈഡ് ആദ്യം തുടങ്ങുന്നുള്ളത്. പാൽപിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എമിലറേഷൻ ടേണിംഗ് റൈറ്റ് സൈഡ്. എമിലറേഷൻ പറയുമ്പോൾ ടബാക്കോ ലാക്കനൈൻ ഓർത്ത് വെച്ചിരിക്കണം. പാൽപിറ്റേഷൻ ഇത് ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ വരാറുണ്ട്. ടേണിംഗ് ഓൺ റൈറ്റ് സൈഡ് ടബാക്കോ ലാക്കനൈൻ. നെക്സ്റ്റ് പൈറോജൻ ആണ്. പൈറോജന് നമ്മളൊരു എന്തോ വിളിക്കൂലോ, എന്താണ്? ഹോമിയോപ്പതിക് HC അലനാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പൈറോജനെ വിളിക്കുന്നത്? ഹോമിയോപ്പതിക് ലാൻസെറ്റ് ആണ്. ലാൻസെറ്റ് അല്ല, ആന്റിസെപ്റ്റിക്. അതെ, ഹോമിയോപ്പതിക് ഡൈനാമിക് ആന്റിസെപ്റ്റിക് എന്നാണ് വിളിക്കുന്നത് പൈറോജന്. HC അലനാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പൈറോജനിലെ എല്ലാ ഡിസ്ചാർജസും ഭയങ്കര ഒഫെൻസീവ് ആണ്. എല്ലാ സെപ്റ്റിക് സ്റ്റേറ്റിന്റെയും കൂടെ എന്തുണ്ടാവും, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും മെയിൻ ആയിട്ട്. പിന്നെ ഇതിന്റെ ടങ് ഇമ്പോർട്ടന്റ് ആണ്. വാർണിഷ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ടങ് ആണ്. പിന്നെ പറയുന്നത് എന്താ പറയാ, ഇതിന്റെ ടെമ്പറേച്ചർ, അതായത് വേർത്ത് കഴിഞ്ഞാലും ടെമ്പറേച്ചർ കുറയില്ല പൈറോജൻ. അതിനൊരു മെയിൻ സിംറ്റം ആണ് കേട്ടോ. ഗ്രേറ്റ് ഹീറ്റ് ഉണ്ടാവും, പ്രൊഫ്യൂസ് സ്വെറ്റ് ഉണ്ടാവും, ബട്ട് സ്വെറ്റിംഗ് ഡസ് നോട്ട് കോസ് fall in ടെമ്പറേച്ചർ. അതാണ് പൈറോജൻ പറയുന്നത്. വോമിറ്റിംഗിന്റെ കളർ ഓർത്ത് വയ്ക്കുക. ബ്രൗണിഷ് കോഫി ഗ്രൗണ്ട് ആണ്. ഒഫെൻസീവ് സ്റ്റെർക്കോറിസ് ഇമ്പാക്റ്റഡ് ഒബ്സ്ട്രക്റ്റഡ് ബവലൊക്കെ വരുമ്പോൾ ലോക്കി അങ്ങനെ തന്നെ ഭയങ്കര ഫീറ്റഡ് ആണ്. ഫോളോഡ് ബൈ ചിൽ, ഫീവർ ആൻഡ് പ്രൊഫ്യൂസ് സ്വീറ്റഡ് പെർസ്പിരേഷൻ.
ഡിസ്റ്റിൻറ്റ് കോൺഷ്യസ്നസ് ഓഫ് ദ ഹാർട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഫീവറിന്റെ സമയത്ത് ചിൽ ബിഗിൻസ് ഇൻ ദ ബാക്ക് ബിറ്റ്വീൻ ദ സ്കാപ്പുല. സിവിയർ ജനറൽ ബോൺസ് ഇൻ എക്സ്ട്രിമിറ്റീസ് ആണ്. ടെമ്പറേച്ചർ 103 106 പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൾസ് റേറ്റ് പറയുന്നത് 140 170. ഓക്കെ, റാപ്പിഡ് ആയിട്ടുള്ള പൾസ് റേറ്റ് ആയിരിക്കും. പൈറോജനിൽ മെയിനായിട്ട് ഹോമിയോപ്പത്തിക് ഡൈനാമിക് ആന്റിസെപ്റ്റിക് എന്നുള്ളത് പൈറോജനാന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പൈറോജൻ പ്രൂവ് ചെയ്ത ആരാണ്? ഡോക്ടർ സ്വാൻ ആണ് കേട്ടോ പ്രൂവ് ചെയ്തത് പൈറോജൻ. പൈറോജന്റെ ഇതിൽ നിന്നാണ് പൈറോജൻ എടുക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് സെപ്സിസ്. beef, meat, നോസോട്സിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. പറയണോ അതിന്റെ കോമൺ ആയിട്ട് ഏതിൽ നിന്ന് എന്താ എടുക്കുന്നുള്ളത്? എന്താ പറയാ, പറയാമോ? ഓക്കെ, പ്ലാൻ നോസോട്സും അങ്ങനെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി പറയാം. ഇത് ബേസിക് നോസോട്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ പറയുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കീ നോട്ടിലുള്ള മെഡിസിൻസ് ഒക്കെ. അതിന്റെ കൂടെ കാർസിനോസിനും കൂടി വരും കേട്ടോ. ബേസിക് നോസോട്സിൽ സൊറൈനുണ്ട്, ട്യൂബർക്കുലിനുണ്ട്, ബേസിലിനുണ്ട്, സിഫ്ലിനുണ്ട്, മെഡോറിനുണ്ട്, കാർസിനോസിനുണ്ട്. അതാണ് ബേസിക് നോസോട്സിൽ പറയുന്നത്. പിന്നെ ബേസിലും ബെർനെറ്റ് ഉണ്ടല്ലോ നമ്മൾ കീനോട്ടിലുള്ള, അത് സ്പ്യൂട്ടം ഓഫ് TB പേഷ്യന്റ് ആണ്. കാർസിനോസിനും ലിവർ മെറ്റാസ്റ്റാസിസ് എടുക്കുന്നതാണ്. മെഡോറിന് അറിയാലോ എക്യൂട്ട് ഗൊണോറിയാണ്. സൊറൈന അറിയാലോ ഇച്ചിങ് എറപ്ഷൻസ് ആണ്. സിഫ്ലിനും എപ്പോഴും പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റേജ് ഓഫ് സിഫിലിസ് എന്നാണ് എടുക്കുന്നത്. ട്യൂബർക്കുലിനും മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലർ കൾച്ചറിനാണ്. ഓക്കെ, അടുത്തത് ആനിമൽസിന്റെ ഡിസീസ് പ്രൊഡക്റ്റ് എന്ന് എടുക്കുന്നതാണ്. ആന്ത്രാസിൻ എന്ന് പറയുമ്പോൾ റാബിറ്റിൻ്റെ, അത് റാബിറ്റിന്റെ ലിവർ. ആന്ത്രാക്സ് വന്ന റാബിറ്റിന്റെ ലിവർ എന്നാണ് ആന്ത്രാക്സിന് എടുക്കുന്നത്. ആംബ്രാഗ്രേസി എറൈലോസ്പോം വെയിലിന്റെ ലിവറിന്റെ സെക്രീഷൻസ്. പിന്നെ അടുത്ത ഹിപ്പോസൈനം, അത് ഹോസിന്റെ ആണ്. ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല. പിന്നെ മെലാൻഡ്രിൻ ആണ്, അത് ഹോസിന്റെ എക്സിമേന്ന് വരുന്ന എക്സുഡേറ്റ് എന്നാണ് എടുക്കുന്നത്. പൈറോജൻ ആക്ച്വലി നമ്മള് കീനോട്ടിലുള്ള ഡിഫറെന്റ് ആണ്. മീറ്റ് ഓഫ് ബീഫ് ആണ് ആക്ച്വലി ഓക്കെ എടുക്കുന്നത് പൈറോജനും. വാക്സിനും ലിംഫ് നോഡ് ഓഫ് കൗബോക്സ് പസ്റ്റൂൾസ് ആണ് കേട്ടോ വാക്സിനും. പിന്നെ പ്ലാന്റ് നോസോട്സ് അഥവാ ക്വസ്റ്റ്യൻസ് വന്നാല് പ്ലാൻ നോസോട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഗാരിക്കസ് അതിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. ബൊളീറ്റസ് ലാരിസിസ്, നെക്ടേരിനം, സീക്കൽ കോർ, ഇസ്റ്റിലാഗോ, ഇസ്നിയ ബാർബേറ്റ. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സീക്കൽ കോർ ഓർത്ത് വെച്ചിരിക്കണം. നെക്ടേരിനും വന്നേക്കാം, ക്യാൻസർ ഓഫ് ട്രീ ആണത്. ഇനി ഇസ്റ്റിലാഗോ മേഡിസ് ഇന്ത്യൻ കോണിൽ വരുന്ന ഫംഗസ്. പിന്നെ ഉസ്നിയ ബാർബേറ്റ സോഫ്റ്റ് മാപ്പിളിലെ ലൈക്കൻ ആണ് ഉസ്നിയ ബാർബേറ്റ. സീക്കൽ കോർ അറിയാലോ, ക്ലാവിസിപ്സ് അല്ലെങ്കിൽ പെർപ്യൂറ അല്ലെങ്കിൽ സീക്കൽ കോറിന്റെ സീരിയൽസിലെ അല്ല അതർ ഗ്രെയിൻസിലൊക്കെ വരുന്ന ഫംഗസ് ആണ് സീക്കൽ കോർ. ഇത്രയാണ് ഡിസീസ് പ്ലാൻ പ്രൊഡക്റ്റ്. ഇപ്പം നൺ ഓഫ് ദ എബോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അത് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് തന്നെ ട്യൂബർക്കുലം ഗ്രൂപ്പ് ഉണ്ട്. ട്യൂബർക്കുലം ഗ്രൂപ്പിൽ ബേസിലും രണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പം ബേസിലിനും അതിൽ ഇല്ലല്ലോ ചിന്തിക്കാൻ പാടില്ല, ബേസിലിനും അതിൽ വരുന്നതാണ്. ബേസിലും ടെസ്റ്റിനോ ഉണ്ട്, ബേസിലും ബെർനെറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ ഓൾറെഡി. ബേസിലും ബെർനെറ്റ് സ്പ്യൂട്ടം ഓഫ് TB പേഷ്യന്റ് ആണ്. ഇപ്പൊ ട്യൂബർക്കുലം ഗ്രൂപ്പിൽ വരുന്നത് ട്യൂബർക്കുലം പേരുള്ള മെഡിസിൻസിന് പുറമേ ഉള്ളത് ബേസിലും ബെർനെറ്റും ബേസിലും ടെസ്റ്റിനോ ആണ്. പിന്നെ ഇത് വേറെ ട്യൂബർക്കുലം അവിസ് ഉണ്ട്, അതിന് അവെയർന്നും പറയും. അവെയർ AVIAIRE എന്നുള്ളത്. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്, അത് ട്യൂബർക്കുലം ഗ്രൂപ്പ് ഓഫ് നോസോട്സിൽ വരുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഒരു ചാൻസ് ഞാൻ ചിന്തിക്കുന്നതാണ്. ഇത്രയാണ് ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയാനുള്ളത് നോസോട്സിൻ്റെ. ഓക്കെ, പൈറോജനും എല്ലാ നോസോട്സും വരുമ്പോൾ ഞാനിത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അടുത്ത ഹെലോണിസ് ആണ്. ഹെലോണിസ് എന്താണ്? ഒരു ലക്ഷറി അങ്ങനെയൊക്കെ ഉള്ളവരുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻസ് ആണ്. അങ്ങനെയല്ല കേട്ടോ, അത് ഈസി ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറി റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെച്ച് ഓർമ്മയിടാൻ പെട്ടെന്ന്. Restless, must be continually moving about, irritable, fault finding ആണ്, cannot endure least contradiction, receive least suggestions. പിന്നെ ഇവർക്ക് ആൽബുമിനൂറി ഉണ്ട്, ഡയബറ്റിസും ഉണ്ട്. ആൽബുമിനൂറിന്റെ പ്രത്യേകത ഇമ്പോർട്ടന്റ് ആണ്, ഡ്യൂറിങ് പ്രഗ്നൻസി ആണ്. ഓക്കെ, വിത്ത് ഗ്രേറ്റ് വീക്ക്നെസ്, ലാങ്കർ, ഡ്രൗസിനെസ്, യൂഷ്വലി ടയർഡ് യെറ്റ് നോ റീസൺസ്. അടുത്ത സെൻസേഷൻ ഓഫ് സോർനെസ്,
പിന്നെ കോൺഷ്യസ്നെസ് ഓഫ് ലിംബും ഡയബറ്റീസും ഉണ്ട് കേട്ടോ ഇതിൽ വരുന്നത്, ഞാനിതിൽ മെൻഷൻ ചെയ്തില്ല എന്നുള്ളൂ. അടുത്ത OP ആണ്. ഹെലോനീസിന്റെ ബോറിക്ക് ഡിസ്കസ് ചെയ്തില്ല അല്ലേ ഞാൻ. ഹെലോനീസിന്റെ ബോറിക്കില് മെയിൻ ആയിട്ടുള്ള പോയിന്റ് വരുന്നത് ഹെഡിക് ബെറ്റർ ബൈ മെന്റൽ എക്സേർഷൻ എന്നൊരു പോയിന്റ് ഉണ്ട്. പിന്നെ ആൽബുമിനൂറിയ ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾറെഡി പറഞ്ഞല്ലോ. ഇതാണ്. പിന്നെയുള്ള പോയിന്റ്സ് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയൊക്കെ കീ നോട്ട് ഉള്ളത് തന്നെയാണ്. പേഷ്യന്റ് ഈസ് ബെറ്റർ വെൻ കെപ്റ്റ് ബിസി, വെൻ മൈൻഡ് ഈസ് എൻഗേജ്ഡ്, വെൻ ഡൂയിങ് സംതിങ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അടുത്ത OP ആണ്. ഓപ്പിയം ഡെലീരിയം. ഡെലീരിയം 2 ടൈപ്പ് ഓഫ് സിംറ്റംസ് പറയുന്നുണ്ട്. ഒന്ന് കണ്ണ് തുറന്ന അവസ്ഥയും ഒന്ന് കണ്ണ് പകുതി ഇതായിട്ടുള്ള അവസ്ഥയും. കണ്ണ് തുറന്ന അവസ്ഥയിൽ കോൺസ്റ്റന്റ്ലി ടോക്കിംഗ് ആണ്, ഫേസ് റെഡും പഫും. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അൺകോൺഷ്യസ് ആകുമ്പോൾ. ഐസ് ഗ്ലാസിയം, ഹാഫ് ക്ലോസ്ഡ് ആവും, ഫേസ് പെയിലും, ഡീപ്പ് കോമയും. ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയം രണ്ടും വരുമ്പോൾ എസർഷൻ റീസണിങ് ഒക്കെ വരുമ്പോൾ രണ്ടും വന്നിട്ട് രണ്ടും അതിലുണ്ടോ എന്ന് കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. അടുത്ത ഡിലീരിയം ട്രമെൻസ് ആണ്. ഓൾഡ് പീപ്പിളും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നത്. വിത്ത് ലൗഡ് സ്നോറിംഗ് ഒക്കെയാണ് പറയുന്നത്. പിന്നെ സഡൻ ഇത് എന്താ പറയുക, നമ്മള് സ്കിൻ കംപ്ലൈന്റ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺവൾഷൻസും കാര്യങ്ങൾക്കൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. അടുത്ത കമ്പാരിസൺ ആണ് കേട്ടോ. പിന്നെ ഓപ്പിയത്തില് ഫ്രൈറ്റ് കാരണം സിംറ്റംസ് വരാം. ഡിഫിക്കൽട്ട് ആർട്ടിക്കുലേഷൻ, സോളയിങ് ഉണ്ട്, ഫീക്കൽ വോമിറ്റിംഗ് ഉണ്ട്. അത് പറഞ്ഞല്ലോ നേരത്തെ. ഒബ്സ്ട്രക്ഷനും ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫീക്കൽ വോമിറ്റിംഗ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് ബോറിക്കിലെ പോയിന്റ്സ് ആണ് കേട്ടോ. പിന്നെ ലെഡ് കോളിക്ക് ഉണ്ടാവുന്നുണ്ട് ഓപ്പിയത്തിന്. പിന്നെ പെയിൻലെസ് പാരലിസിസ് ആണ്. പിന്നെയുള്ളൊരു ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ പെർസ്പിറേഷൻ ഉണ്ട്, പക്ഷെ എക്സെപ്റ്റ് ലോവർ ലിംബ്. ലോവർ ലിംബിൽ ഒഴികെ ബാക്കി എല്ലാവരുടെയും പെർസ്പിറേഷൻസ് ഉണ്ട്. പിന്നെ ഇത് എക്യൂട്ട് ഓപ്പിയം പോയിസണിങ്ങിന് ആന്റിഡോട്ട് ആയിട്ട് ക്രോണിക് ഓപ്പിയം പോയിസണിങ്ങിനും കൊടുക്കുന്നുണ്ട്. അത് ഡ്രഗ്സ് ഒക്കെ അതിൽ ബോറിക്കൽ റിലേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. Sensation as if going insane, as if about to be paralyzed, of apathy or indifference. Already വന്നു ആൻസർ. സിഫിലിൻ ആണ്. ഫിയർ ടു ബി അലോൺ കാലിക്കാർബ് ഉണ്ട്. ഫിയർ ഓഫ് ഡൈങ് ആർസൽബ് ഉണ്ട്. ഇതൊരു ഡ്രഗിന്റെ പോയിന്റ്സ് ആണ് കേട്ടോ. ഫിയർ ഓഫ് ബീങ് ഇൻസൈൻ ഏതാന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ ആണ്. ലെക്കാനിയാണ്. ലിലിയൻ ടിഗില് ഫിയർ പറയുന്നത് ഫിയർ ഓഫ് ബീങ് അലോൺ, അതായത് ഫിയർ ഓഫ് ബീങ് ഇൻസൈൻ പറഞ്ഞു. ഫിയർ ഓഫ് ബീങ് അലോൺ കാലിക്കാർബിൽ പറഞ്ഞു. ലിലിയൻ ടിഗിന് ഫിയർ എന്താ പറഞ്ഞു വെച്ചാൽ ബീങ് അലോൺ ഉണ്ട്, ഇൻസാനിറ്റി ഉണ്ട്, ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഫിയർ ഷീസ് ഇൻക്യൂറബിൾ, സംതിങ് ഇംപെൻഡിങ് കലാമിറ്റി ആൻഡ് ഡിസീസസ്. അതാണ് ലിലിയൻ ടിഗിലെ ഫിയർ. ഒക്കെ ഇൻസൈൻ മാത്രമല്ല ഫിയർ ഉള്ളത് ലിലിയൻ ടിഗിന്. ഹാർട്ട് ഡിസീസ് പറയുന്നുണ്ട്, ബീങ് അലോൺ പറയുന്നുണ്ട്, അവരുടെ അസുഖം ഇൻക്യൂറബിൾ ആണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്, സം ഇംപെൻഡിങ് കലാമിറ്റീസ് ഓർ ഡിസീസസ്. ഇത്രയാണ് ലിലിയൻ ടിഗിലെ ഫിയർ പറയുന്നത്. പിന്നെ ഫോളിങ് ഡൗൺ സ്റ്റേഴ്സ്. ബാക്കി എല്ലാ മെഡിസിൻസിനും ഡയറക്റ്റ് സിംറ്റംസ് ഉണ്ട്. ഇതെല്ലാം വരുന്നത്, ഈ എല്ലാ ഫിയറും വരുന്നത് ലാക്കനിനത്താണ്. ലാക്കൻ ഒരുപാട് പേടിയുണ്ട്, എലോൺ ഉണ്ട്, ഡൈങ് ഉണ്ട്, ബിക്കേം ഇൻസൈൻ ഉണ്ട്, പിന്നെ നോ ഫ്രണ്ട് ലിവിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാക്കനിനത്ത്. ഇത്രയാണ്. ഇനി ഫാമിലീസിലേക്ക് പോകാം. അതത് ഫാമിലി ഇപ്പൊ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. മെലാന്തേഷ്യാണ്. നമ്മളെ ഹെലോണീസ് ആണ് കേട്ടോ ഡ്രഗ് ഇതിൽ വരുന്നത്. ഹെലോണീസ് ആണ്. അഗ്രാഫിസ് ന്യൂട്ടൻസ് ആണ് നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നത്. എന്ത് അഗ്രാഫിസ് ന്യൂട്ടൻസ് എന്തിനാ കൊടുക്കുന്നത്? മെയിൻ ആയിട്ട് അഡിനോയിഡ്സിന് കൊടുക്കുന്ന ഇയർ എന്നൊക്കെ ബാധിക്കുന്നതും ചെവിയുടെ സിംറ്റംസ് ഉണ്ടായിരുന്നു. അത് പിന്നെയുള്ള ഡിസ്കഷൻസിൽ പറയാം കേട്ടോ. അലേട്രിസ്, എലിയം സെപ്പ, ലിലിയേഷ്യ ഫാമിലിയിൽ ഇതൊക്കെ വരും കേട്ടോ. മെലാന്തേഷ്യ എന്ന് പറഞ്ഞാൽ ലിലിയേഷ്യ ഫാമിലിയുടെ സബ് ഫാമിലിയാണ്. എലിയം സെപ്പ, എലിയം സെറ്റേവ, കോൾച്ചിക്കം, കൺവലേറിയ, ഹെലോണിയസ്, പാരിസ് ക്വാഡ്രിഫോളിയ, സബഡില്ല, സർസപ്പിറുല, സ്ക്യുല്ല, വെറേട്രം, ആൽബം വെറേട്രം ഇവരുടെ യൂക്ക. അടുത്തത് ഫിഷ് ആണ്. നമുക്ക് മ്യൂറക്സ് ആണ് ഇന്ന് പഠിക്കാനുള്ള ഡ്രഗ്. അതർ മെഡിസിൻസ് മ്യൂറക്സ്, സെപ്പിയ, അസ്റ്റീരിയ, വേറെ ഉണ്ട് ടോലിൻ ജാക്കറോസ്, എസ്എൽഇ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മെഡിസിൻസ് ഉണ്ട്. മെയിനായിട്ട് ഇതെങ്കിലും ഓർത്ത് വയ്ക്കാം. അടുത്ത പെപ്പാവറേഷ്യാണ്. ഓപ്പിയം, ചിലിഡോണിയം, സാങ്കുനേറിയ. ഓപ്പിയം, ചിലിഡോണിയം, സാങ്കുനേറിയ ആണ് പെപ്പാവറേഷ്യ ഫാമിലി വരുന്നത്. അടുത്ത ലാക്ക് ആണ്. ലാക്ക് ഗ്രൂപ്പില് ലാക്കനൈനാണ് നമ്മൾ പഠിക്കുന്നത്. ഡോഗ്സ് മിൽക്ക് ആണ് ലാക്കനൈന്.
കൗ മിസ് എന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷൻ ഓഫ് ഫ്രം ആസ് മിൽക്കിനെ ഫെർമെന്റ് ചെയ്തത്, ലാക് ഡിഫ്ലറേറ്റം കൗസ് മിൽക്കിന്റെ സ്കിംഡ്, ലാക് ഫെലിനം കാറ്റ്, ലാക് വാക്സിനം ഫ്ലോക്ക് ക്രീം, ലാക് വാക്സിനം കൗസ് മിൽക്ക്, ലാക് വാക്സിനം കൊയാഗുലേറ്റം കേർഡ്. ഇത്രയാണ് ലാക് ഗ്രൂപ്പിൽ വരുന്നത്. ലാക്കാനും ഡോഗ് മിൽക്ക്, ലാക് ഡിഫ്ലറേറ്റം കൗസ് മിൽക്കിൻ്റെത്, ടെലിനം കാറ്റ്, വാക്സിനം ഫ്ലോക്ക് ക്രീം, വാക്സിനം മാത്രം കൗസ് മിൽക്ക്, ലാക് വാക്സിനം കൊയാഗുലേറ്റം കേർഡ്. നോസോട്സ് ഞാൻ മെൻഷൻ ചെയ്തല്ലോ. ഇത്രയാണ് നമ്മളെ മെഡിസിൻസ്. 5 മെഡിസിൻസ് ആണ്. 1 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞില്ല ഞാൻ അതുകൊണ്ട് ഓരോ ബുക്കും, അതായത് നമ്മള് മെയിൻ ബുക്കുകളില്ലേ, ഇപ്പൊ ക്രോണിക് ഡിസീസ് അങ്ങനെ ബുക്സും അതിന്റെ കാര്യങ്ങളും കൂടി മെറ്റീരിയൽ കൂടി ഡിസ്കസ് ചെയ്ത് പോവാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതും കൂടി നമ്മളെ മനസ്സിൽ പതി. ഓക്കെ അല്ലേ? ഓക്കെ മാം. മെറ്റീരിയൽ മെഡിക്കല് ഇന്ന് നമ്മള് മെറ്റീരിയൽ പ്യൂറയാണ് കേട്ടോ പറയുന്നത്. മെറ്റീരിയൽ മെഡിക്കൽ പ്യൂറയിൽ അറിയാലോ ആരായത്? ഹാൻഡ്മാൻ ആണ് മെറ്റീരിയൽ മെഡിക്കൽ പ്യൂറ എഴുതിയത്. ആക്ച്വലി അതിന്റെ 2 വോളിയംസ് ഉണ്ട്, 3 എഡിഷൻസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എഡിഷൻസിലെ മെഡിസിൻസും പിന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. എല്ലാത്തിനും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ബട്ട് നമ്മൾ മെയിൻ മെഡിസിൻസ് മെയിൻ ബുക്കുകളുടെ വേണ്ടി വരും. ഞാൻ ഇതിലേക്ക് ടേബിളിലേക്ക് വരാം, അതിനു മുന്നേ ഇത് പറഞ്ഞു പോവാം. ഇത് പബ്ലിഷ് ചെയ്തത് 1811 ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. 1833 വരെ വരുന്നുണ്ട്. ഫസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്തത് മെറ്റീരിയൽ മെഡിക്കൽ പ്യൂറ ആണ് കേട്ടോ പറയുന്നത്. മെറ്റീരിയൽ മെഡിക്കൽ പ്യൂറ 1811 അതായത് അതിന് 6 വോളിയാണ് ഉള്ളത്. അവസാനം നമ്മൾ ഈസി യൂസിന് വേണ്ടിയിട്ട് 2 വോളിയായിട്ട് ചുരുക്കി. ഓക്കെ, അപ്പൊ ഫസ്റ്റിലെത്തത് എന്താണ്? 61 ഡ്രഗ്, 61 ഡ്രഗ്സ് ആണുള്ളത് മെറ്റീരിയൽ മെഡിക്കൽ പ്യൂറയിലെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുമ്പോൾ 61 ഡ്രഗ് പ്ലസ് 3 മാഗ്നറ്റ്. അത് 3 മാഗ്നറ്റും കൂടി മാഗ്നറ്റ്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ 64 ആവും. കമ്പയർ ചെയ്യല്ല, അതും കൂടി കൂട്ടുകയാണെങ്കിൽ. ഓക്കെ, ഇതില് 61 ഡ്രഗിൽ 21 ഡ്രഗ് ഫ്രാഗ്മെന്റ് ചെയ്യുന്നു, 31 പുതുതായിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, മറ്റേത് നെക്സ്റ്റ് സെന്റൻസ് വേണമെന്നില്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. 8 മെഡിസിൻസ് ഇൻ സെക്കൻഡ് വോളിയം, 7 കോൺട്രിബ്യൂഷൻ ഫ്രം ഹിസ് ഡിസൈപ്പിൾസ് എന്നൊക്കെ പറയുന്നത്. അറേഞ്ച്മെന്റ്സ് സിംറ്റംസ് നമ്പർ ചെയ്തിട്ടുണ്ട്. പൊട്ടൻസി എംപ്ലോയ്ഡ് ഇൻ പ്രൂവിങ് മോസ്റ്റ്ലി ടിങ്ചർ ആണ് ഇൻ റിപ്പീറ്റഡ് ഡോസസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വോളിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഇയർ ഓർത്ത് വയ്ക്കുക, അതിന്റെ എത്ര വോളിയംസ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഈച്ച് വോളിയത്തിൽ എത്ര മെഡിസിൻ ഇതിൽ വരുന്നുണ്ട് ഞാൻ പറയാം. 61 ഡ്രഗ്സ് ആണ്, 3 മാഗ്നറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ വോളിയം 1 എന്ന് പറയുമ്പോൾ 18 ലെവലിലാണ് വോളിയം 1, വോളിയം 2 1816, വോളിയം 3 1817, വോളിയം 4 1818, വോളിയം 5 1819, വോളിയം 6 1821. ഓക്കെ, ഞാനിങ്ങനെയാ പഠിച്ചത്. 1 21 ലാസ്റ്റിൽ വരും. ഓക്കെ, അതായത് 1 എൻഡിൽ വരും, ബാക്കി 6 7 8 9 ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചത് ഇയർ. ഓക്കെ, 1811 തൊട്ടിട്ട് 1821 വരെ, 1811 ഫസ്റ്റും 1821 ലാസ്റ്റും, അതിന്റെ ഇടയിൽ 6 7 8 9 16 17 18 19 ഇത്രയാണ് ഇയർ ഫസ്റ്റ് വോളിയത്തിൻ്റെത്. ഫസ്റ്റ് എഡിഷൻ. ഞാൻ പറയുമ്പോൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് എഡിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതില് ഫസ്റ്റ് വോളിയത്തിൽ 12 ഡ്രഗ് ആണ്, സെക്കൻഡിൽ 8 ആണ്, തേർഡിൽ 8 ആണ്, ഫോർത്തിൽ 12 ആണ്, 5ൽ 11 ആണ്, 6ൽ 10 മെഡിസിൻസ് ആണുള്ളത്. ഇതിൽ സെക്കൻഡ് വോളിയത്തിലാണ് ആക്ച്വലി മാഗ്നറ്റ് ആഡ് ചെയ്യപ്പെട്ടത്. അത് 12 8 8 12 11 10 ഇങ്ങനെ ആലോചിച്ചാൽ മതി. 12 8 8 12 പിന്നെ 11 10. ഇത്രയാണ് ഫസ്റ്റ് എഡിഷൻസിലെ മെഡിസിൻസും ഇയർ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എഡിഷൻ അങ്ങനെ തന്നെ 6 വോളിയംസ് ആണുള്ളത്. തുടങ്ങിയത് 1822 തൊട്ടിട്ട് 22 24 25 26 27. ഓക്കെ, 23 ഇല്ല കേട്ടോ. ഇതില് മെഡിസിൻസ് 12 8 8 12 പിന്നെ 11 13 ആണ്. നിങ്ങൾ ഫസ്റ്റ് എഡിഷൻസ് ഓർത്ത് വെച്ചാൽ മതി. സെക്കൻഡ് അങ്ങനെ ചോദിക്കുന്നു വിചാരിക്കുന്നില്ല. പിന്നെ സെക്കൻഡ് ആണ് ഓഗ്മെന്റഡ് എഡിഷൻ ആയിട്ട് പറയുന്നത്. Second edition is published as a second augmented edition between 1822 to 27. Volume 6 വോളിയം ആണ്. നമ്പർ ഓഫ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 67 ആണ് വരുന്നത്. ഇതിൽ ആഡ് ചെയ്യപ്പെട്ട മെഡിസിൻസ് ആൻബ്രഗ്രേസിയ, കാർബോ ആനിമൽസും കാർബോ വെജും ഫസ്റ്റ് ടൈം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 മെഡിസിൻസ്
67 എന്ന് പറയുമ്പോൾ മാഗ്നറ്റും കൂടി കൂടിയിട്ടാണ് പറയുന്നത്. 3 ഡ്രഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതെല്ലാമെന്ന് ഓർത്ത് വയ്ക്കുക. ആംബ്രാഗ്രേസിയ, കാർബോ ആനിമാലിസ്, കാർബോവേച്ച്. ഓക്കെ, ആംബ്രാഗ്രേസിയ, കാർബോ ആനിമാലിസ്, കാർബോവേച്ച് ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ നെക്സ്റ്റ് നമുക്കിപ്പം ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ഈ 3rd എഡിഷൻ ആണ്. ഇതിൽ 2 വോളിയം ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഫസ്റ്റ് വോളിയം എഡിറ്റഡ് ഇൻ 1830, സെക്കൻഡ് വോളിയം ഇൻ 1833. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വോളിയത്തിൽ ഇതുപോലെ തന്നെ 67 മെഡിസിൻസ് ആണുള്ളത്. സിംറ്റംസ് ഓഫ് ഡ്രഗ് കൂടിയിട്ടുണ്ട്. ഓൺലി കോസ്റ്റിക്കം ഇസ് ഒമിറ്റഡ്. കോസ്റ്റിക്കം ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രം സെക്കൻഡ് വോളിയം ട്രാൻസ്ഫർ ടു ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ഇത്രയുള്ളൂ എഡിഷൻസിൻ്റെത്. 3rd എഡിഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കിയാൽ 2 വോളിയേ ഉള്ളൂ. അത്രയും ഓർത്താൽ മതി. ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഇതിൽ നിന്നൊക്കെ കാണാറ്. ഫസ്റ്റ് എഡിഷൻസിൻ്റെത് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ വേണ്ടെങ്കിൽ പറയാം. ബുക്സ് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മെഡിസിൻസ് തന്നെ ഡിസ്കസ് ചെയ്യാം. എംഒന് പൊതുവെ കണ്ടിട്ടുള്ളത് കീനോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ബോറിക്കും വരുന്ന കാണാം. അത്രയും പഠിച്ചാൽ തന്നെ ഒരു 95% എംഎം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇതൊന്നും തറവാക്കി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ?